ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറൈൻ അക്വേറിയം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഒരു നാനോ മറൈൻ അക്വേറിയമാണ്. നമുക്കൊരു പെറ്റൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന പോലെ നമുക്കൊരു ബെഡിൻ്റെ സൈഡിൽ വെക്കാൻ പറ്റുന്ന അക്വേറിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു എക്കോസ്കേപ്പാണിത്. ചെറിയൊരു നാനോ ടൈപ്പിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ഹീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മറൈൻ സാൻഡ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ മറൈൻ സാൻഡ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫിൽട്ടർ മീഡിയാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു അക്വേറിയം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് ബെഡിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അക്വേറിയമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു സമ്പുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യമായിട്ട് തന്നെ ഈ സമ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അടിയിലത്തെ ഭാഗം. അപ്പോൾ നമ്മൾ മിഡിലിൽ ഇതിൽ സ്പോഞ്ച് ഫിൽറ്റേഴ്സ് അങ്ങനെ എല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മീഡിയാസ് നമ്മൾ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീഡിയയൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഹൗ ടു സൈക്കിൾ ദി ടാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് അപ്പോൾ ഞാൻ ഹീറ്റർ എന്താ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ എ സിയും കാര്യങ്ങളുള്ള കാരണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ ഹീറ്റർ വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് റൂമിൽ എ സി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹീറ്റർ നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ മറൈൻ അക്വേറിയത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൽ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മോട്ടർ വെക്കും. അപ്പോൾ ഇതാണ് ആ ചെറിയൊരു മോട്ടർ. അപ്പോൾ ഈ ഒരു മോട്ടർ നമ്മുടെ മുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പവർ കുറഞ്ഞൊരു USB ടൈപ്പ് മോഡലാണ് ഈ ഒരു മോട്ടർ. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ഔട്ട്ലെറ്റാണിത്. അതായത് മോട്ടറിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരുന്ന വഴിയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവർഫ്ലോ പോകുന്ന വഴിയാണത്. ഇനി നമുക്ക് ഈ അക്വേറിയത്തിലേക്ക് ഈ മോട്ടർ കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴിയാണ് നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു USB ടൈപ്പ് മോട്ടറാണ് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ്റെ അപ്പുറത്ത്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മറൈൻ സാൻഡ് നമുക്ക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ എക്കോസ്കോപ്പ് ചെയ്തിട്ടുള്ള ആ റോക്ക് നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു അക്വേറിയവും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രഷ് വാട്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ സൈക്കിൾ ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സോൾട്ട് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ സോൾട്ട് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡൗട്ടുള്ളവർക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും എങ്ങനെയാണ് ഒരു സോൾട്ട് വാട്ടർ മറൈൻ അക്വേറിയത്തിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് സ്റ്റാർട്ടപ്പായിട്ട് കുറച്ച് ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സൈക്കിൾ ചെയ്തെടുത്തൊരു അക്വേറിയമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഈ അക്വേറിയം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഔട്ട്ലെറ്റിൽ വരുന്നത് ഇവിടെ നിന്ന് ഫ്ലോ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവർഫ്ലോ പോകുന്ന വഴി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ലുക്ക്. ഇനി നമുക്ക് ഏതൊരു അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറൈൻ അക്വേറിയത്തിൽ നമ്മൾ സോൾട്ടിനിറ്റി ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് റിഫ്രാക്ടോമീറ്റർ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് വെള്ളം ഉണ്ടാക്കേണ്ടത് എന്നെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരെല്ലാം തന്നെ ആ ഒരു വീഡിയോയും കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മുന്നത്തെ വീഡിയോ പോയിട്ട് കാണാൻ ശ്രദ്ധിക്കുക, എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയാണ് നമ്മളുടെ അക്വേറിയത്തിൽ നമ്മൾ
നൂഡി ബ്രാഞ്ചിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്വേറിയം നിങ്ങൾക്കൊരു പെറ്റായിട്ടൊക്കെ വളർത്തണം എന്നുണ്ടെങ്കിൽ ആമസോണിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഇതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എനിമലാണിത്. ഈ നൂഡി ബ്രാഞ്ച് എന്ന് പറയുന്നൊരു ഐറ്റം വളരെ അട്രാക്റ്റീവും വളരെ ഒരു കളർഫുള്ളുമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നൂഡി ബ്രാഞ്ച് അഥവാ സീ സ്ലാഗ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു ഐറ്റത്തിന് നമുക്ക് കെയർ ചെയ്യാനൊക്കെ കാര്യങ്ങളും. അപ്പോൾ ഇതിനെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്കൊരു അക്വേറിയത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് വളരെ അട്രാക്റ്റീവാണ്. ഇതിൻ്റെ കളർ പാറ്റേണും അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ കൊട വിരിഞ്ഞിരിക്കുന്ന പോലെയും ഇതിൻ്റെ രണ്ട് കൊമ്പുകളൊക്കെയും. അപ്പോൾ നമുക്ക് അക്വേറിയത്തിൽ തന്നെ വളരെ അട്രാക്റ്റീവ് തന്നെയാണ് ഇത് നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കടലിൽ ഇതൊരു 3000 അധികം വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഐറ്റം ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ചില ഐറ്റംസിന് വളരെയധികം ടോക്സിക് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇവ ഭക്ഷണം തേടുന്ന ഇവയുടെ കൊമ്പുകളുണ്ട്. അപ്പോൾ ആ കൊമ്പുകളിലൂടെ ഇവ മനസ്സിലാക്കിയിട്ടാണ് ഇവ ഭക്ഷണങ്ങളൊക്കെ തേടി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഒന്നും തന്നെ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ ഇതിൽ വളരെയധികം ടോക്സിൻ അടങ്ങിയിട്ടുള്ള കാരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിഷുള്ളൊരു അക്വേറിയത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് ചത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കഴിച്ച് ഫിഷുകൾക്ക് പെട്ടെന്ന് തന്നെ സിക്കാവാനും ചിലപ്പോൾ മരിച്ചു പോകാനും കാരണമാകും. ആക്ച്വലി ഈ നൂഡി ബ്രാഞ്ചിന് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഒക്കെയാണ് ഈ നൂഡി ബ്രാഞ്ചിന് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു പെറ്റ് പോലെ തന്നെ ബെഡിൻ്റെ ചെറിയൊരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് ബെറ്റർ. നമ്മളിപ്പോൾ വലിയൊരു അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മറ്റുള്ള ഫിഷുകൾക്ക് വളരെ ഡേഞ്ചറാണ്. ഇപ്പോൾ ഈ ജീവിയുടെ കുട പോലെ കാണുന്ന ആ ഭാഗം കൂടിയാണ് ജീവി വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഏതൊരു അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറൈൻ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സോൾട്ടിനിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സോൾട്ടിനിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റെഫ്രിജറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെക്ക് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ മറൈൻ അക്വേറിയം ഉള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു റിഫ്ലക്ട്രോമീറ്റർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചേശായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോപ്പുകളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ഇപ്പോൾ ഏകദേശം ടെമ്പറേച്ചറും കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മളിതിലേക്ക് നൂഡി ബ്രാഞ്ചിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്വേറിയം വളരെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇവയുടെ ചലനങ്ങളൊക്കെ കണ്ടിരിക്കാൻ വളരെയധികം ഒരു രസമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ് ഈ നൂഡി ബ്രാഞ്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർഫുള്ളുള്ളൊരു ജീവി കൂടിയാണ് നൂഡി ബ്രാഞ്ച്. ഇനി നിങ്ങളൊരു ഇങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ അക്വേറിയം സൈക്കിൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൽഗയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നത് ബെറ്റർ. ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് ആൽഗ ടൈപ്പുള്ള പൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് കുറച്ച് കാലം റൺ ചെയ്തതിന് ശേഷം അത് ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ആൽഗയും ക്രിയേറ്റ് ആവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ നൂഡി ബ്രാഞ്ചിന് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്കൊരു വളരെ അട്രാക്റ്റീവ് ഒരു സംഭവം തന്നെയാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഫെദർ പോലത്തുള്ള സംഭവങ്ങളും അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റും ഒരു വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇവയ്ക്ക് നമ്മുടെ അക്വേറിയത്തിൽ എയർ ആൽഗെ അതുപോലെ തന്നെ ബബിൾ ആൽഗെ അവയൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ് ഫൈറ്ററാണ് ഈ നൂഡി ബ്രാഞ്ച്.
ഈ ജീവിയുടെ കണ്ണ് എന്ന് പറയുന്നത് ഈ രണ്ട് കൊമ്പുകൾ കാണുന്നില്ല, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ ഇതിനതുപോലെ തന്നെ ഇതിൻ്റെ വിഷനും വളരെ മങ്ങിയൊരു വിഷനാണ് ഈ നൂഡിബ്രാഞ്ചിനുള്ളത്. ഇവ ഒരു 2 ഇഞ്ച് വരെയാണ് മാക്സിമം ഇതിൻ്റെ വലിപ്പം വയ്ക്കുക. പക്ഷെ നമ്മൾ ഈ വലിപ്പം നോക്കിക്കഴിഞ്ഞാലും ഇവ ഇങ്ങനെ ഇഴയുന്ന സമയത്ത് ഇവയ്ക്ക് വലിപ്പം കൂടുതലായി തോന്നും. പക്ഷേ ഇവയുടെ നോർമൽ സൈസ് എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ച് വരെയാണ്. ഈ നൂഡിബ്രാഞ്ച് എഗ്ഗ് ലേ ചെയ്തിട്ടാണ് ഇവയുടെ വംശം നിലനിർത്തുന്നത്. അപ്പോൾ ഈ എഗ്ഗ് പിന്നീട് ലാവയായി മാറുകയും പിന്നീട് അവ വലുതാവുമ്പോൾ വലിയൊരു നൂഡിബ്രാഞ്ച് ആവുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു അക്വേറിയം സെറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചെറിയൊരു ടൈപ്പിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവ വളരെ സെൻസിറ്റീവായ കാരണം പെട്ടെന്ന് തന്നെ ഇവ മരിച്ചു പോകാനുള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വലിയൊരു അക്വേറിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൽ മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വരും വീഡിയോകളിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വാട്ടർ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേഷനെല്ലാം വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു അക്വേറിയം വീട്ടിൽ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഇതൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്കൊരു പെറ്റ് പോലെ തന്നെ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഈ നൂഡിബ്രാഞ്ച്.